അടുത്ത രണ്ട് വരികളിലെ പദങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ട്. അടുത്ത രണ്ട് വരി പറയും. ആ 1, 2, 3 അങ്ങനെ താഴെ താഴെ ആയിട്ട് പോന്നെ. 1, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 8, 9, 10 അങ്ങനെ പോകുന്നത്. ഉം, അതില് എ ക്വസ്റ്റ്യൻ അടുത്ത രണ്ട് വരികളിലെ പദങ്ങൾ എഴുതുക. ഉം, സി ക്വസ്റ്റ്യൻ അല്ല ബി ക്വസ്റ്റ്യൻ പത്താമത്തെ വരിയിലെ അവസാനത്തെ പദം ഏത്? സി ക്വസ്റ്റ്യൻ പത്താമത്തെ വരിയിലെ ആദ്യത്തെ പദം ഏത്? ഉം. ഡി ക്വസ്റ്റ്യൻ പത്താമത്തെ വരിയിലെ പദങ്ങളുടെ തുക എത്ര? ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എ ചോദ്യം അടുത്ത രണ്ട് വരി ഫില്ല് ചെയ്യാനല്ലേ പറഞ്ഞത്? അതെ അതെ. 11, 12, 13, 11, 14, 15, 16, 17, 18, 19, 20, 21. ശരിയല്ലേ? ആ ഇനി നമുക്ക് അപ്പോൾ അത് ആ ചോദ്യം കിട്ടി. ഇനി ബി ചോദ്യം ലാസ്റ്റ് അല്ലേ? പത്താമത്തെ വരിയിൽ ലാസ്റ്റ് എടുക്കണം. ശരിയല്ലേ? ആ ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വരിയിലെ ലാസ്റ്റ് 3 ആണ്. മൂന്നാമത്തെ വരിയിലെ ലാസ്റ്റ് 6 ആണ്. നാലാമത്തെ വരിയിലെ ലാസ്റ്റ് 10 ആണ്. അല്ലേ? ഇതൊന്നാമത്തെ വരി, ഇത് രണ്ടാമത്തെ വരി, ഇത് മൂന്നാമത്തെ വരി, ഇത് നാലാമത്തെ വരി, ഇത് അഞ്ചാമത്തെ വരി, ഇത് ആറാമത്തെ വരി. ശരിയല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. ഇവിടെ ഒരു വേറൊരു പ്രത്യേകത കണ്ടോ? ഈ ഒന്നാമത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ കൂട്ടിയാൽ ഈ ലാസ്റ്റത്തത് കിട്ടും. ശരിയല്ലേ? ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ ഈ ലാസ്റ്റത്തെ നമ്പർ കിട്ടും. ഇത് ഇത്രയും കൂട്ടിയാൽ ഈ ലാസ്റ്റത്തെ നമ്പർ കിട്ടും. ഇത് ഇത്രയും കൂട്ടിയാൽ ഈ ലാസ്റ്റത്തെ നമ്പർ കിട്ടും. ശരിയാണ് ഞാൻ പറയുന്നത്? അത് മൊത്തത്തിൽ കൂട്ടിയാൽ ഈ ലാസ്റ്റ് നമ്പർ കിട്ടും. കൂട്ടി നോക്കിക്കോ. 1, 2, 3. ആ 3 ഈ 3 കൂടെ കൂട്ടിയാൽ 6. ആ 6 ഈ 4 കൂടെ കൂട്ടിയാൽ 10. ആ 10 ഈ 5 കൂടെ കൂട്ടിയാൽ 15. ആ 15 ഈ 6 കൂടെ കൂട്ടിയാൽ 21. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ പത്താമത്തെ ലൈനിൽ 10 കാണും. ശരിയല്ലേ? അപ്പം നമുക്ക് പറയാൻ പറ്റും 1 മുതൽ 10 വരെ കൂട്ടിയാൽ ആ കിട്ടുന്ന സമ്മായിരിക്കും പത്താമത്തെ വരിയിലെ അവസാനത്തേത്. ശരിയാണോ? ഓക്കെ അല്ലേ? സംശയമുണ്ടോ? ഇല്ല. ഇനി ആ 1 മുതൽ 10 വരെ തുടർച്ചയായ സംഖ്യകളല്ലേ? അപ്പം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. തുക കണ്ടുപിടിക്കാൻ എന്തോ ഉപയോഗിക്കുന്നേ?
അതായത് മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. പിടികിട്ടിയോ? ഇവിടെ നമുക്ക് മധ്യപദം 1 മുതൽ 10 വരെ ഉള്ളതിനകത്ത് മധ്യപദം ഏതാണെന്ന് അറിയത്തില്ല. അതേസമയം എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്നറിയാം. എത്ര? 10 എണ്ണം. അപ്പോൾ അവിടെ 10 എഴുതാം. ഡെലോനയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് തുക കണ്ടുപിടിക്കാനായിട്ടേ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് മധ്യപദം. നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കണ്ടാൽ മതി, അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഞാനൊരു ഏകദേശം ഒരു 300-നടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോരോ പ്ലേലിസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടംപോലെ ചെയ്തിട്ടിട്ടുണ്ട്, നോക്കുക. മധ്യപദം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ഡെലോനയ്ക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ സമാന്തര ശ്രേണി എന്ന് പറയുന്ന പാഠത്തിൽ ശ്രേണികളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ശ്രേണികളുടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിനകത്ത് മധ്യപദം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക്, ഈ സീരീസിൽ നടുക്ക് കിടക്കുന്നത് ആരോ ആ നമ്പരായിരിക്കും. ക്ലിയർ ആണോ? 1, 3, 5, 7, 9 ഇങ്ങനൊരു സീരീസ് ആണെങ്കിൽ ഇതിനകത്ത് മധ്യപദം എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും. കാരണം അപ്പുറത്തും 2 എണ്ണം ഉണ്ട്, ഇപ്പുറത്തും 2. അപ്പോൾ നടുക്ക് കിടക്കുന്ന ആരാ? 5 കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സീരീസാണ് നമുക്ക് തന്നേക്കുന്നതെങ്കിൽ എളുപ്പമാണ്. അപ്പം ഇങ്ങനൊരു 1 മുതൽ 10 വരെ എന്ന് പറയുന്ന സീരീസിൽ നമുക്ക് മധ്യപദം കണ്ടുപിടിക്കാൻ തന്നിട്ടില്ല. ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? പോയോ? ഹലോ? ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പം ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ മധ്യപദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടി പകുതി എടുത്താൽ മതി. എന്ത് കണ്ടുപിടിക്കാനാ? മധ്യപദം ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ മധ്യപദം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെയും അവസാനത്തെയും കൂടെ കൂട്ടുക, എന്നിട്ട് പകുതി എടുക്കുക. പിടികിട്ടിയോ? ഇതാണ് ആദ്യത്തെ പദം, ഇതാണ് അവസാനത്തെ പദം. ഇത് തമ്മിൽ കൂട്ടണം. അപ്പോൾ 10ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും? 11. എന്നിട്ട് അതിൻ്റെ നേരെ പകുതി എടുക്കണം. അപ്പോൾ അത് മധ്യപദമായി. ഇൻറ്റു പദങ്ങളുടെ എണ്ണം. പദങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 10 എണ്ണം അല്ലേ? ഓക്കെ. എന്നിട്ട് ഇത് തമ്മിൽ വെട്ടുന്നു, 5 ആക്കുന്നു. തുക എത്ര കിട്ടി? 55. അപ്പോൾ ഈ ലാസ്റ്റ് ടേം ഏതാണ്? ലാസ്റ്റ് ടേം ഏതാണ്? 55. ശരിയാണോ? ഓക്കെ. സ്കൂളിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല ചോദിച്ചേക്കുന്നല്ലേ. ഇനി ഫസ്റ്റ് ടൈമാണ്, ആദ്യ പദമാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം 10ാമത്തെ വരിയിൽ മൊത്തം എത്ര പദങ്ങൾ കാണും? 10 പദങ്ങൾ കാണും. ശരിയല്ലേ? ഇത് 10ാമത്തെ പദവുമായിരിക്കും ആ ശ്രേണിയിലെ. പിടികിട്ടിയോ? ആ വരിയിലെ 10ാമത്തെ പദമായിരിക്കും ഈ കിടക്കുന്നത്. ബാക്കി അങ്ങോട്ട് 9 പദങ്ങളുണ്ട്. അപ്പോൾ 9 ഗുണം കോമൺ ഡിഫറൻസ് എത്ര വരും? 1 വീതമല്ലേ കൂടുന്നേ? അപ്പോൾ ആ 1 ഗുണിക്കുക, സമയം എത്ര കിട്ടും? 9 കിട്ടും അല്ലേ? ആ 9നെ ഈ 55-ൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 46. അതാണോ ആദ്യത്തെ പദം? ആൻസറായോ? ഇനി 46 മുതൽ 55 വരെ 10 പദങ്ങളുണ്ട്. ഇതിനകത്തുള്ള നടുക്കത്തെ പദം നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളിത് തമ്മിൽ കൂട്ടുന്നു, പകുതി എടുക്കുന്നു, എന്നിട്ട് 10 കൊണ്ട് ഗുണിക്കുന്നു.
ഓക്കെ. ഇനി 46ഉം 55ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 96ഉം 5ഉം 101 അല്ലേ? അപ്പം 101ൻ്റെ പകുതി. ഇതിപ്പോൾ ഞാൻ അല്ലാതെ ചെയ്ത് കാണിക്കാം. ഞാൻ ആൻസർ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ 505 എന്ന ആൻസർ കിട്ടും. ഏതാണ്? അവസാനത്തെ 10ാമത്തെ ലൈനിലെ പദങ്ങളുടെ തുകയാണ് 505. കിട്ടിയോ അത്? ഇത്രയല്ലായിരുന്നോ ആൻസർ? ഓക്കെ. ഇനി നിങ്ങൾ ആരാ കരയുന്നേ? ഓക്കെ, നിങ്ങൾ ചെയ്ത രീതി പറയും. ഇതെനിക്ക് പെട്ടെന്ന് മനസ്സിലായ രീതിയാണ്. ഇതൊന്നും ആയിരിക്കത്തില്ല നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഞങ്ങൾക്ക് ആൻസർ മാത്രമേ എഴുതി തന്നുള്ളൂ. അയ്യേ, ഇത് നിങ്ങൾക്ക് ചെയ്യാനല്ലേ ഉള്ളേ. ഇത് നിങ്ങൾ ആൻസർ വാങ്ങിച്ചോണ്ടിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങക്ക് സാർ അങ്ങനെയാ തന്നെ. പിന്നെ അങ്ങനെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങനെ എഴുതിക്കൊണ്ട് വരുന്നേ? ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പം നിങ്ങൾക്കിപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമോ? ഇതിപ്പം നിങ്ങൾക്ക് പരീക്ഷ എഴുതിയ മാർക്ക് കിട്ടുമോ? അങ്ങനെയല്ലടാ. ഇത് ഞാൻ ഇതിൻ്റെ ഇത് സാധാരണ ഇങ്ങനെയുള്ള കണക്ക് ചെയ്യുമ്പോൾ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. കേട്ടോ? എന്താ അപ്ലൈ ചെയ്യണ്ടേ? ആ ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ കണക്ക് ചെയ്തേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാവുന്ന ഈ പാഠത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് തുക കണ്ടുപിടിക്കണമെങ്കിൽ നടുക്കത്തെ പദവും പദങ്ങളുടെ എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ മതി എന്നറിയാം. ഈ നടുക്കത്തെ പദം തന്നിട്ടില്ല എങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും തമ്മിൽ കൂട്ടി പകുതി എടുത്താൽ മതി എന്നറിയാം. ഈ ലാസ്റ്റ് പദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദം തന്നിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന പദത്തിനോട് ആ എത്ര ഡി ആണോ കൂട്ടേണ്ടത് അത്രയും ഡി കൂട്ടി എഴുതുക എന്നുള്ള ആ ഒരു രീതിയും എനിക്കറിയാം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നേ, ഈ കണക്ക് ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ പുതുതായിട്ട് ഒരു ഇക്വേഷനും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളും ആ ഒരു രീതിയിലൊക്കെ ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിന് ഏകദേശം ഒരു 4 മാർക്കെങ്കിലും കിട്ടും. 4 ചോദ്യം ഉള്ളതുകൊണ്ട് കേട്ടോ. ABCD 4 ചോദ്യം ഇല്ലേ? 4 മാർക്ക് കിട്ടണ്ടേ അല്ലേ? അപ്പം നിങ്ങളെന്ത് ചെയ്യും 4 മാർക്കിന്? അങ്ങനെ പഠിച്ചാൽ പോരാ കേട്ടോ. ടീച്ചറായാലും ശരി, ആരായാലും നിങ്ങളെ പഠിപ്പിക്കുന്നത് കണക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കണം. ഓക്കെ, ഇത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വേറെ ഇതേ സെയിം കണക്കുണ്ട് പറയണം കേട്ടോ. അതിൻ്റെ എനിക്ക് എന്തോ 85 55ന്റെ ആൻസർ കിട്ടിയില്ലായിരുന്നോ? ആ, അതിന്റെ ചെയ്യുന്ന രീതി പറഞ്ഞു തന്നിക്കേനു. 40 പറഞ്ഞല്ലോ. 55ന്റെ രീതി പറഞ്ഞു തന്നിട്ടുണ്ടോ? അതെങ്ങനെയാ? 1 മുതൽ 10 വരെ ഉള്ളതിന്റെ ഇത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n+1 ബ്രാക്കറ്റ് 1 അല്ല ഭാഗം 2. n എന്ന് പറയുന്നത് 10 ബ്രാക്കറ്റ് വീണ്ടും n എന്ന് പറയുന്നത് 10 ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കണം. ഓക്കെ, എനിക്ക് ആ ഇക്വേഷൻ വേണ്ട. നിങ്ങൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്തോളൂ. ഞാൻ ഒരു ഇക്വേഷനും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ആ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിച്ചു വെക്കാൻ വയ്യ. നിങ്ങൾ ആ ഇക്വേഷൻ ഇപ്പോൾ n×n+1 /2 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുവാണെങ്കിൽ n² എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. n² + n+1 എന്ന് പറയുന്ന ഇക്വേഷൻ അല്ല, n² + n/2 എന്ന് പറയുന്നത് ഒരു രീതിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ എത്ര ഇക്വേഷൻ പഠിക്കുന്നത് വെച്ചിട്ട് എനിക്കറിഞ്ഞൂടാ. പിന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് വേറെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വന്ന രീതിയാണ്. 2x1
പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി n/2 ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. x1 പ്ലസ് xn ബൈ x1 പ്ലസ് എസ് എൻ ഇൻറ്റു n/2. ഇതൊക്കെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇതും സമ്മ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞ ഇക്വേഷനാണ്. ഇതും സമ്മ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുന്ന ഇക്വേഷനാണ്. ഇതും സമ്മ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുന്ന ഇക്വേഷനാണ്. ഈ 10 തന്നെ ഇവിടെ എടുത്തിട്ട് നോക്കൂ, ആൻസർ കിട്ടും. ഇവിടെ 1, ഇവിടെ 10, ഇവിടെയും 10. അപ്പോഴും എത്രയാണ്? 11 ഇൻറ്റു 10 എത്ര കിട്ടും? 110. 110ൻ്റെ പകുതിയാണ് 55 കേട്ടോ. ഇവിടെ അതുപോലെ ഇട്ട് കൊടുക്കും. 1, ഇവിടെയും 10, ഇവിടെ 1, ഇവിടെയും 10. 1 ഗുണം 2 2 ആവും. 10ൻ്റെ കൂടെ 10ൽ നിന്ന് 1 കുറയ്ക്കണം, അപ്പോൾ 9 കിട്ടും. 9 ഗുണം 1 9 ആവും. 9 പ്ലസ് 2 11 വരും. 11 ഗുണം ഇവിടെ 5 വരും. എത്ര കിട്ടി? 55. എല്ലാവരും ആൻസറിലല്ലേ വന്നേ? അപ്പോൾ നിങ്ങൾ എത്ര ഇക്വേഷൻ പഠിക്കും? നിങ്ങൾക്ക് എത്ര ഇക്വേഷൻ വേണേലും പഠിക്കാം കേട്ടോ. എനിക്ക് ഇക്വേഷൻ പഠിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരൊറ്റ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഏത് വലിയ കണക്കെടുത്തുണ്ടോ വന്നോ, ഞാനിത് വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. വലിയ കണക്കെടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തത് എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്ത രീതി, ഇതൊരു ലോജിക്കിലാണ് ഞാനിത് ചെയ്തത്. ഇത് ചില സമയത്തൊക്കെ ഞാൻ ഈ കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറന്നു പോകും. അതായിരുന്നു ഞാൻ തുടക്കത്തിൽ എനിക്ക് ഈ കണക്ക് കണ്ടപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് മറന്നുപോയത്. അപ്പോൾ അതിന് എൻ്റെ ഒരു ഓർമ്മയിൽ ഇതിൻ്റെ വരികൾ എത്ര വരികളുണ്ട് എന്നുള്ളത് മൈൻഡിൽ കിടന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇത് ഒന്നാമത്തെ വരി, ഇത് രണ്ടാമത്തെ വരി, അപ്പോഴാണ് ഇത് മൂന്നാമത്തെ വരി. ഇങ്ങനെ എഴുതിപ്പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ 1ഉം ഈ 2ഉം കൂടെ കൂട്ടിയാൽ ഈ ലാസ്റ്റത്തെ ടൈം കിട്ടും. ഈ 3ഉം കൂട്ടിയാൽ ഇത് 3ഉം കൂടെ കൂട്ടിയാൽ 1ഉം 2ഉം 3, ആ 3 ഈ 3ഉം കൂടെ കൂട്ടിയാൽ 6. അത് ഞാൻ ഈ വരി എഴുതിയപ്പോഴാണ് എനിക്കതിങ്ങനെ കണക്റ്റ് ആയത്. അല്ലാതെ എങ്ങനെ കിട്ടി എന്നുള്ളതിന് ആൻസറില്ല. നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്? ഇത് എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലായേ എന്ന് ചോദിച്ചാൽ പ്രാക്ടീസ്, ഒള്ളി പ്രാക്ടീസ് കേട്ടോ. മാത്സ് കുറേ കണക്കുകൾ ചെയ്തുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കണക്ക് കാണുമ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നല്ല, ഞാൻ നിങ്ങളുടെ കൂട്ട് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ ഇത് എവിടെയെങ്കിലും ഞാൻ എഴുതി തുടങ്ങും. ഇത് ഒന്നാമത്തെ ലൈനാണ്, ഇത് രണ്ടാമത്തെ ലൈനാണ്, ഇത് മൂന്നാമത്തെ ലൈനാണ്, ഇനി ഇത് നാലാമത്തെ ലൈനാണ്. ഇങ്ങനെ എഴുതി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് കത്തുന്നേ, ഇത് തമ്മിൽ കൂട്ടുമ്പോൾ ഇത് കിട്ടി എന്നുള്ളത്. ഇത് തുടക്കത്തിലേ എനിക്കങ്ങ് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നേരെ ആൻസറിലേക്ക് അങ്ങ് പോയത്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തതെന്ന്? നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇതിൻ്റെ ഞാൻ കുറേ അധികം ചോദ്യം ഞാൻ